സുഹൃത്തുക്കളെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ 34ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ദേശാടനം, കളിയാട്ടം തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹത്തായ പ്രതിഭ ശ്രീ ജയരാജാണ് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഒട്ടേറെ പുരസ്കാരങ്ങളുടെ അകമ്പടിയോടെ ഉള്ള ആ മാന്യ വ്യക്തിയെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു സുദിനവും നമ്മുടെ ഒരു ഭാഗ്യവുമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ സുദിനം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ സുവർണ ലിപിയിൽ മുദ്രണം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ കലാ സാംസ്കാരിക വേള പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ഹൃദ്യമായ സ്വാഗതം. പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി മീഥുവിനെ ക്ഷണിക്കുകയാണ്. मैत्रें बचता अखिल हजेत्री, मैत्रें बचता अखिल हजेत्री, आत्मवदेव परानपि पश्यता, युद्धं त्यजग स्पर्धां त्यजग, त्यजग परेश्वर परमाक्रमणे, मैत्रें बचता अखिल हजेत्री, मैत्रें बचता अखिल हजेत्री. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അടുത്ത പരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ആർട്സ് കമ്മിറ്റി കൺവീനർ വിനോദിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സ്വാഗതം പറയാനുള്ള കർത്തവ്യം എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ സുബിൻ ജോർജ് തോമസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ പുറകിൽ എല്ലാം വിട്ട് തന്നിട്ട് പുറകിലേക്ക് മാറി നിൽക്കുകയാണെന്ന്. വളരെ ഫ്രീഡം തന്നിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ശ്രീ സുബിൻ ജോർജ് തോമസ്. പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യാതിഥിയും ഉദ്ഘാടകനും ജയരാജ് സാർ, അദ്ദേഹത്തെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ ഒരുപാട് പേരെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പേരുകൾ അത് പറഞ്ഞേ പറ്റൂ. കാരണം നാഷണൽ അവാർഡ് വിന്നറാണ് ഇവിടെ ഇരിക്കുന്നത്. കളിയാട്ടം എന്ന സിനിമയിലെ ബെസ്റ്റ് ഡയറക്ടർ എന്ന സിനിമയിലൂടെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള നാഷണൽ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആർട്സ്
അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ്റെ ഒരു പരിപാടിയിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു ദേശീയ അവാർഡ് ജേതാവായിരിക്കും എന്നും തോന്നുന്നു. പിന്നെ നിരവധി സിനിമകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ചെറിയൊരു ഹിസ്റ്ററിയും കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹം ഭരതൻ, പ്രശസ്ത മഹാനായ ഭരതൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. 6 സിനിമകളിൽ അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. ചിലമ്പ്, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ട, അങ്ങനെ തുടങ്ങി കുറേ സിനിമകൾ. അതിനുശേഷം വിദ്യാരംഭം എന്ന സിനിമയിലൂടെ അദ്ദേഹം സ്വതന്ത്ര സംവിധാനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അതും ഈ പറഞ്ഞതുപോലെ കോളേജ് പഠനകാലത്ത് നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് ശ്രദ്ധിച്ച് അതിൻ്റെ വികാര തീവ്രതകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ, കളിയാട്ടം, ദേശാടനം, പൈതൃകം, സോപാനം, കുടുംബസമേതം, പിന്നെ ആനന്ദഭൈരവി, ഒരുപാട് സംഗീതപ്രധാനമായിട്ടുള്ള സിനിമകൾ, ഒരുപാട് നമ്മുടെ കൾച്ചറുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സിനിമകൾ, അങ്ങനെയുള്ള നിരവധി സിനിമകൾ. അദ്ദേഹം 1990 മുതൽ സ്വന്തമായി സിനിമ സംവിധാന രംഗത്തേക്ക് എത്തിയതിന് ശേഷം മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും വലിയ ഗ്യാപ്പൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു, നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽപ്പെട്ടത് കുറച്ചൊക്കെ ഒന്ന് നേരത്തെ പറയാമല്ലോ. തുമ്പോളി കടപ്പുറം, മില്ലനിയം സ്റ്റാർസ്, ഫോർ ദി പീപ്പിൾ, തിളക്കം, കണ്ണകി, കരുണം, ശാന്തം. അത് നവരസത്തെ ആസ്പദമാക്കി അദ്ദേഹം ഒരു 9 സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു. സ്നേഹം, താലോലം, കളിയേട്ടൻ പറഞ്ഞു, ഗുൽമോഹർ, ലൗഡ് സ്പീക്കർ, പിന്നെ അവസാനം 2013 ക്യാമൽ സഫാരി, അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പുതിയ പല സിനിമകളുടെയും പണിപ്പുരയിലുമാണ്. ഡയറക്ടർ, സ്ക്രീൻ പ്ലേ റൈറ്റർ, പ്രൊഡ്യൂസർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വളരെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തി എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് സുസ്വാഗതം. സർ, ഈ പരിപാടിയിൽ വന്ന് സംബന്ധിച്ചതിന് എല്ലാവരുടെയും പേരിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം പേരിൽ ഞാൻ അദ്ദേഹത്തോട് എന്താ പറയുക, നന്ദി ഒരു വാക്ക് ഇപ്പോൾ പറയാൻ പാടില്ല, എങ്കിലും അത് പറയുന്ന സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹം ചോദിക്കുകയും കൂടെയാണ്. അടുത്തത് നമ്മുടെ കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അനിത ലത്തീഫ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ ചിരപരിചിതയാണ്. അവർക്ക് ഞാൻ അവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമ്മുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സൺ ചേട്ടന് പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ഈ ചേട്ടന് ഞാൻ ഞങ്ങളുടെ പരിപാടികളുടെ മുമ്പിൽ നിന്ന് നയിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജെയ്സൺ. അടുത്തതായി ജനറൽ കൺവീനർ ശ്രീ അൻസാർ സാർ. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ക്ഷമിക്കണം, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ നമ്മളോട് പരിപാടിയെ കാണാനും കേൾക്കാനും വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വിനു. അടുത്തതായി ഉദ്ഘാടന ചടങ്ങാണ്. ഈ സാംസ്കാരിക വേദി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും തുടർന്ന് സംസാരിക്കുന്നതിനുമായി ശ്രീ ജയരാജ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ യാദൃച്ഛികമായിട്ടാണ് എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയീസ് യൂണിയൻ്റെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരാനുള്ള ഒരു ഭാഗ്യം, അവസരമൊക്കെ ഉണ്ടായത്. ബിനി എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരിയാണ്. ബിനി കോട്ടയംകാരിയാണ്. ഞങ്ങൾ വളരെ അടുത്തറിയാവുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബിനി ഇങ്ങനെ ഒരു സൂചന തന്നിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചിരുന്ന സമയത്തും ഞാനും കുറച്ച് യാത്രയിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എത്രമാത്രം അത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേഹം ഉണ്ടായിരുന്നു. എന്തായാലും വരാൻ കഴിഞ്ഞത് തികച്ചും എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഞാൻ എൻ്റർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോട്ടയംകാരനായ ഞങ്ങൾ ആദ്യകാല കേരള യൂണിവേഴ്സിറ്റി, പിന്നീട് ഗാന്ധി യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം. പിന്നെ ആ കാലത്തൊക്കെ ഏറ്റവും പ്രശസ്തമായ MBA കോളേജ് ഒരുപക്ഷെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു. ഞാനും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പോകുന്ന വഴികളിൽ നിന്ന് യാദൃശ്യമായ കണ്ടുമുട്ടലുകളിൽ കൂടി വഴികൾ ഒരുപക്ഷെ പല രീതിയിലേക്ക് മാറിപ്പോവാം. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപക്ഷെ ഞാൻ പഠിച്ചിരുന്നത് എൻജിനീയറിംഗ് ആണ്. അത് സാധാരണ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ഒരു വിദ്യാർത്ഥി ആകുന്ന കാലത്ത് നമുക്കൊരുപക്ഷെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വളരെ കുറവാണ്. കാരണം മാതാപിതാക്കൾ പറയുന്ന ഒരു വഴിയിലൂടെ കുട്ടികൾ യാത്ര ചെയ്യുകയും പ്രത്യേക ഒരു സാഹചര്യത്തിലെത്തുമ്പോൾ അവൻ സ്വയം മനസ്സിലാക്കുന്നു എനിക്ക് എന്താണ് പ്രിയപ്പെട്ടത്. ആ സമയത്ത് തിരിച്ച് അവൻ്റെ വഴിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ തിരിയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇന്ന് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, എൻ്റെ സഹസംവിധായകരായിട്ട് വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമാ വിദ്യാർത്ഥികളും സിനിമ പഠിക്കാൻ വന്ന കുട്ടികൾ ഒട്ടുമിക്ക പേരും എൻജിനീയേഴ്സാണ്. എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സിലോ ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒക്കെ വന്ന കുട്ടികളാണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രവണത, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത, കാരണം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കോട്ടയത്ത് CMS കോളേജിലെ പൂർവ്വകാല വിദ്യാർത്ഥികളെല്ലാം ഒന്നു ചേർന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, മക്കളെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുമ്പോൾ എൻ്റെ മകൻ എൻജിനീയറിംഗ് പഠിക്കുന്നു, എൻ്റെ മകൻ മെഡിസിനും പഠിക്കുന്നു. ഇത് രണ്ടും അല്ലാതെ ഞാൻ ഒരു മാതാപിതാക്കൾ ആരെയും കണ്ടില്ല. അപ്പോൾ അതൊരു ഇന്ന് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ, കേരളം പ്രത്യേകിച്ചും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിപത്തായിട്ടാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും ഞാൻ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ചടങ്ങുകളുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തി രൂപപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വളർന്ന ചുറ്റുപാടുകളിലൂടെ, അവൻ്റെ ഭാഷയുമായി ചേർന്ന് ജീവിത രീതികളിലൂടെ ആണ് ഏറ്റവും കൂടുതൽ വളർന്ന് അവൻ്റെ അനുഭവ സമ്പത്തായി മാറുന്ന ഈ ഒരുപക്ഷെ ഇല്ലായ്മകളായിരിക്കാം. ഒരുപാടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പല മാതാപിതാക്കളോടും പറയാറുണ്ട്, കുട്ടികൾക്ക് പണം കൊടുക്കരുത്, അവരുടെ കയ്യിൽ പണം കൊടുക്കരുത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഒരുപക്ഷെ കൊടുക്കാൻ കഴിയും. പക്ഷെ ഒരിക്കലും അനുഭവങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത്, അതില്ലായ്മകളുടെ അനുഭവങ്ങളായിരിക്കണം. ഞാനും വളർന്നു വന്ന, ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും വളർന്നു വന്ന ഒരു കാലഘട്ടം
കേരളത്തിൻ്റെ ചരിത്രം അല്ലെ സാമൂഹ്യ അന്തരീക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ, എനിക്ക് തോന്നുന്നില്ല വലിയ ധന സമ്പത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് ലക്ഷറിയുടെ ഇടയിൽ നിന്നല്ല നമ്മളൊക്കെ വളർന്നു വന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ 1960-കൾ തൊട്ടിങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾക്കുണ്ടായിരുന്ന അനുഭവ സമ്പത്ത് ഇല്ലായ്മയുടേതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചുറ്റും നമ്മളുടെ സഹജീവികളും നമ്മളുടെ പരിസരത്തും കാണുന്ന ജീവിതങ്ങളെ നോക്കിക്കാണാനുള്ള അവസരങ്ങൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇന്ന് ആദ്യം നമ്മളുടെ മക്കളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റിയത് ഭാഷയാണ്. നമ്മളുടെ ഭാഷ മുലപ്പാല് പോലെ അമൃതായ നമ്മളുടെ മലയാള ഭാഷയെ എങ്ങനെ നമ്മളുടെ കുട്ടികളിൽ നിന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അഭിമാനമായി നമ്മൾ കാണുന്ന ഒരവസ്ഥ നമ്മളുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ ഒരു ഭാഷ ഇല്ലാതാവുന്നതോടുകൂടി ഒരു സംസ്കാരം ഇല്ലാതാകുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമ്മളുടെ അല്ലെങ്കിൽ നാളെ നമ്മളുടെ നാട് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയായിരിക്കും. ഭാഷ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ, നമ്മളുടെ സംസ്കാരം നമ്മളിൽ നിന്ന് നമ്മളെ വിട്ടു പോകുന്ന അന്തരീക്ഷത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു പ്രത്യേകതരം ജനവിഭാഗമായി മാറുന്ന ഒരു സ്റ്റേറ്റായിട്ടായിരിക്കും ഒരുപക്ഷെ കേരളം കാലങ്ങൾക്ക് ശേഷം അറിയപ്പെടാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മറ്റ് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നമ്മൾ പോയാലും, ഒരുപക്ഷെ ഫ്രാൻസിൽ അവൻ ഫ്രഞ്ച് സംസാരിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാഷ, ലോകത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവൻ്റെ ഭാഷയാണ് നാം വിശ്വസിക്കുന്നു. ഇറ്റലി അതുപോലെ തന്നെയാണ്, ജർമ്മനി അതുപോലെയാണ്, ചൈനീസ്. ഇന്ന് ലോകം മുഴുവൻ ചൈനീസ് വിഭവങ്ങൾ കൊണ്ട് കീഴടക്കുമ്പോഴും അവൻ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ഭാഷ പഠിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോകുന്നവരും 1 വർഷം റഷ്യയിലായാലും ശരി ചൈനയിൽ അവരുടെ ഭാഷ പഠിച്ചതിന് ശേഷം മാത്രമാണ് MBBSഉം മറ്റ് ഓരോ ഉപരിപഠനമൊക്കെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് നഷ്ടമാകുന്ന ഈ ഭാഷയെ സ്നേഹിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവേണ്ടതാണ് ഏറ്റവും വലിയ, ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ നമ്മളുടെ സമീപനം ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും നമ്മളുടെ തമിഴ്നാട്ടിലാണെങ്കിലും ഒരുപക്ഷെ തമിഴൻ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ പോലും അവരുടെ ഭാഷയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കണ്ടിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളി പരസ്പരം കാണുമ്പോൾ അവൻ കണ്ടാൽ, ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ മലയാളിയാണെന്ന് കണ്ടാൽ അവൻ കഴിയുന്ന ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കാറില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതേസമയം തമിഴ് സംസാരിക്കുന്ന ഒരാൾ തമിഴാണെന്ന് അറിഞ്ഞാൽ അവൻ കെട്ടിപ്പിടിക്കും. കാരണം തമിഴ് അവൻ്റെ ഭാഷയാണ്, അവൻ്റെ സംസ്കാരമാണ്, അവൻ്റെ ജീവിതം, അവൻ്റെ ഊർജ്ജമാണ്, അവൻ്റെ പരമ്പരയാണത്. അപ്പോൾ ഇത് നമ്മളിൽ നിന്നും നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രായവും എൻ്റെ പ്രായവും ഒക്കെ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉത്തരവാദിത്വമുള്ളവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ഞാൻ ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ കലാ പരിപാടികളുടെ ആരംഭത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്ത് പറയും, എന്തായിരിക്കണം ടോപ്പിക്. കാരണം വിദ്യാർത്ഥികൾ മാത്രമുള്ള അന്തരീക്ഷമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ജീവിത അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ. കാരണം 2 തലമുറയുടെ വിക്ടിംസ് എന്ന് പറയുന്നില്ല, 2 തലമുറകളുടെ ശൃംഖലയാണ് നമ്മളിവിടെ. കാരണം നമ്മളുടെ മുന്നിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഉദാഹരണങ്ങളും എടുത്തു പറയാൻ കഴിയുന്ന ഒരു വലിയ തലമുറയുടെ അവസാന കണ്ണുകളാണ് നമുക്ക്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, AR റഹ്മാനും അല്ലെങ്കിൽ സൈഗാളിൻ്റെ ഗാനങ്ങൾ തൊട്ട് AR റഹ്മാൻ വരെ വന്ന് നിൽക്കുകയാണ് നമ്മൾ. കാരണം നമ്മുടെ നൊസ്റ്റാൾജിയ മുഴുവൻ അതാണ്. നമ്മളുടെ മനസ്സിൽ ഓടി വരുന്ന ഓരോ പാട്ടുകളിലൂടെ ജീവിത അന്തരീക്ഷം, നമ്മളുടെ ബാല്യ കൗമാര യൗവന കാലം മുഴുവൻ ഓരോ പാട്ടുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. റേഡിയോ ഉണ്ടായിരുന്ന കാലം, വാൽവ് റേഡിയോ ഉണ്ടായിരുന്ന കാലം, ട്രാൻസിസ്റ്റർ റേഡിയോ വന്ന കാലം, അതിനുശേഷം TV വന്നത്, അങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ്സിലൂടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുണ്ടായ മാറ്റങ്ങൾ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ന് ഒരുപക്ഷെ എൻ്റെ മകൻ അവൻ AR റഹ്മാനിൽ നിന്നും തുടങ്ങുകയായിരിക്കും സംഗീതത്തിൻ്റെ അവസ്ഥ. അവൻ്റെ നൊസ്റ്റാൾജി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവന് പകർന്നു കൊടുക്കാൻ നമുക്ക് നമ്മുടേതായിട്ട് എന്താണോ ഉള്ളത് എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്. നമ്മുടെ സംഗീതം, നമ്മുടെ ഭാഷ പോലെ തന്നെ നമ്മുടെ സംഗീതം, നമ്മുടെ കലാരൂപങ്ങൾ, നമ്മളുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് വാല്യൂസ്, എത്രയും ആയിരക്കണക്കിന് വർഷം അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള വലിയ
ഒരുപാട് ഉദാത്തമായ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരുപാട് വാല്യൂസ് ഉള്ള ഒരു വലിയ ഒരു സംസ്കാരം നമ്മളുടെ മണ്ണിലുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ണിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞതും വരാൻ പോകുന്നതും രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കുട്ടികളെ എങ്ങനെ വളർത്തണം, എന്ത് പഠിപ്പിക്കണം, എങ്ങനെയാണ്. കാരണം അച്ഛനെ അമ്മയും നോക്കാൻ നമ്മൾ ഒരുപക്ഷെ അച്ഛനെ അമ്മയും നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ നമ്മളുടെ മക്കൾ നമ്മളെ നോക്കണമെന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന സംസ്കാരം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയെ നോക്കിക്കണ്ടതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അവരെ നോക്കാനുള്ള, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ തനിച്ചാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ കുറേ അധികം സമയം ചിലവിട്ടപ്പോൾ, ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ അമ്മയുടെ കൂടെ തനിച്ച് ആഹാരം ഉണ്ടാക്കി, അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി അമ്മയ്ക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് ഉള്ള ഒരാഴ്ച ഞാൻ അനുഭവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ജീവിതത്തിൽ ഇത്രയും കാലം എത്രയോ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, എത്രയോ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വില പിടിച്ച അമൂല്യമായ ഏറ്റവും സുഖകരമായ നിമിഷങ്ങൾ ഞാൻ ഈ ദിവസങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരോട് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് കമ്പാഷൻ, അല്ലെങ്കിൽ നമുക്ക് അൺകണ്ടീഷണലായിട്ടുള്ളൊരു ലവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതി കലർന്ന ഒരു ജീവിത, അതായത് ഞാൻ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ പലപ്പോഴും ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ അവിടെ പല വേദന അനുഭവിച്ച് ജീവിതത്തിൽ ഏതാണ്ട് അവസാനമായി നിൽക്കുന്ന ഒരുപാട് രോഗികൾ, അവർക്ക് വേണ്ടത് നമ്മളെ സഹായമല്ല, അവരെ ഒന്ന് ലിസൺ ചെയ്യുക, അവരെ ഒന്ന് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കാനുള്ള ഒരു നിമിഷങ്ങൾ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കരുണം എന്നൊരു സിനിമ ചെയ്തു. കരുണം, വാവച്ചൻ എന്ന് പറയുന്ന ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അനാഥന് തുല്യനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ സിനിമ അതാണ്. അത് 2000-ലാണ് ഞാൻ ആ സിനിമ ചെയ്തത്. 2000 ചെയ്യുമ്പോൾ അന്ന് മക്കളാൽ അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ കഥയായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ സിനിമയാണ്. അന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തിരുവല്ലയിൽ പോകുമ്പോഴാണ്, അവിടെയാണ് അന്ന് കുറച്ച് ഓൾഡ് ഏജ് ഹോമുകളൊക്കെ വളരെ അപൂർവം. കാരണം ഒരുപാട് കുമ്പനാട്ടും തിരുവല്ലയിലൊക്കെ ഒരുപാട് മക്കൾ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും ആദ്യം ഓൾഡ് ഏജ് ഹോമിൻ്റെ സ്വഭാവം വന്നു തുടങ്ങിയത് അവിടങ്ങളിലൊക്കെയാണ്. അങ്ങനെ അച്ഛനമ്മമാരെ, ഒറ്റപ്പെട്ട അച്ഛനമ്മമാരെ, ആണുങ്ങൾ മാത്രം, സ്ത്രീകൾ മാത്രം സെപ്പറേറ്റ് ഒക്കെ ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോമിൻ്റെ അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് വരാൻ പോകുന്ന വലിയ വിപത്താണല്ലോ എന്ന് 2000 ചിന്തിച്ചു. ഇന്ന് 2014 ഞാൻ മനസ്സിലാക്കുന്നു, ഓൾഡ് ഏജ് ഹോമുകൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ അപജയമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് മക്കളെ അച്ഛനെ അമ്മയെ നോക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്തൊക്കെ നേടിയാലും ജീവിതത്തിൽ നമ്മളുടെ സഹജീവികളോട് കൊടുക്കുന്ന ആ അനുകമ്പ, അതാണ് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഒരു ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും ഒരു പക്ഷേ നമ്മൾ അന്വേഷിച്ച് പോകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ധനികനെക്കുറിച്ചായിരിക്കില്ല, ഏറ്റവും മഹത് വ്യക്തികളെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നവരുടെയൊക്കെ മനസ്സിൻ്റെ വ്യാപ്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലതും. അല്ലെങ്കിൽ അവനൊരു കലാകാരനായിരിക്കും, അല്ലെങ്കിൽ എഴുത്തുകാരനായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ സന്നിഗ്ധ വേളയിൽ നമുക്കൊരു പക്ഷേ തിരഞ്ഞെടുക്കാൻ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒരുപക്ഷെ നമ്മളുടെ മുന്നിൽ വരാൻ പോകുന്ന മക്കളാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു വാർദ്ധക്യകാലം ഒരുപക്ഷെ നമുക്കും ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന, നമ്മളിലൂടെ വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മളുടെ ഭാഷയിൽ ഊന്നിയിട്ടുള്ള, നമ്മളുടെ കലയിൽ, നമ്മളുടെ സംസ്കാരത്തിൽ ഊന്നിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയോടോ അല്ലെങ്കിൽ സമീപനത്തോടോ നമ്മളുടെ മുൻകൈ എടുക്കണം എന്നൊരു അപേക്ഷ ഞാൻ ഈ കലാ അന്തരീക്ഷത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്. ഏതായാലും ഇങ്ങനൊരു ചടങ്ങിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ എംപ്ലോയീസ് യൂണിയൻ്റെ ഒരു ഓട്ടമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ. ജോലി തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഈ റിട്ടയർമെൻറ്റ് വരെയുള്ള ഒരു കാലത്ത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള പരക്കം പായുന്ന ജീവിതവേളയിൽ അല്പം ആശ്വാസം എന്ന് തോന്നുന്നത് ഈ കുറച്ച് നേരമുള്ള ഈ കലാ ആസ്വാദന രീതികളൊക്കെ ആയിരിക്കും. എന്തായാലും ഈ ചടങ്ങ് മഹനീയമാവട്ടെ, എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ നമ്മളുടെ എംപ്ലോയീസ് അസോസിയേഷനിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ
സംസ്കാരത്തെയും ഭാഷയുടെ മൂല്യത്തെയും കുറിച്ച് ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറഞ്ഞു തന്ന ഒരുപാട് മൂല്യ ഭാഷണത്തിന് നന്ദി സാർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുബിൻ ജോർജിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ ജയരാജ്, സമ്മാനദാനം നിർവഹിക്കാനെത്തിയ കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അനിത ലത്തീഫ് മാഡം, യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സൺ, സെനറ്റ് മെമ്പറും ഇന്നത്തെ ഈ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ ശ്രീ MS അൻസാർ, ആർട്സ് കമ്മിറ്റി കൺവീനർ ശ്രീ വിനോദ്, പ്രിയമുള്ള എക്സിക്യൂട്ടീവ് ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞവരെ, ഈശ്വരൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ അവസരത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ 34ാമത് ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു സുവർണാവസരം ലഭിച്ചത്, നമ്മൾ കുറേ അധികം നാളുകളായി നമ്മുടെ കലാ സംബന്ധിച്ച ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെപ്പോഴും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തി കുറേ പരിപാടികളൊക്കെ നടത്തി ഇറങ്ങിപ്പോവും. ഞങ്ങൾ കുറച്ച് പേര് പാട്ട് പാടാനുണ്ടാവും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുണ്ടാവും, കാണാൻ ആരും ഉണ്ടാകില്ല. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ ഓഡിയൻസ് ഇല്ലാത്ത ഒരവസ്ഥ. തീർച്ചയായിട്ടും കമ്മിറ്റി അത് പരിഗണിച്ചു. കലാപരമായി മുന്നിട്ട് നിൽക്കുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളെ മാത്രമല്ല സർവകലാശാല ജീവനക്കാരെ ഒന്നാകെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം പ്രിയദർശിനി കലാ സാംസ്കാരിക സംഘടന നമ്മുടെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉച്ച മുതൽ നമ്മളെ കലാ സാംസ്കാരിക സമ്മേളനം മാത്രമാണ് നടത്തുന്നത്. ഇവിടെ മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾക്ക് കലാപരമായി മുന്നിട്ടിരിക്കുന്നവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ലഭിച്ചത്, നമുക്ക് ഏറ്റവും അനുയോജ്യനായ കലാ സംഘടനയുമായി സിനിമാ ലോകവുമായി അടുത്ത ബന്ധമുള്ള ജയരാജൻ സാറ്, അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചത്. നിങ്ങൾ എന്തെല്ലാം നേടിയാലും, നമ്മുടെ സർവീസിലായാലും മനുഷ്യ ജീവിതത്തിലായാലും എന്തൊക്കെ നേടിയാലും സഹജീവികളോട് അനുകമ്പ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ വട്ടപൂജ്യം എന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളറിയാം, നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ തലമുറ മാറും, നമ്മളും പ്രായമാവും, മുടി നരയ്ക്കും, വടികുത്തി നടക്കേണ്ട അവസ്ഥ വരും. ഇന്ന് വടികുത്തുന്നവരെ കാണുമ്പോൾ നമ്മളവരെ അനാഥാലയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ വടികുത്തുന്നതിന് മുമ്പ് തന്നെ എത്തിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരർത്ഥം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ സഹജീവികളോട്, അതായത് മനുഷ്യരോട് അനുകമ്പ കാണിക്കുക. അത് സാമ്പത്തികമായിട്ടായിരിക്കാം, ആരോഗ്യപരമായിട്ടായിരിക്കാം, കഷ്ടപ്പാടിലൂടെ കഴിയുന്നവരായിരിക്കാം, വേദനയേറ്റ് കഴിയുന്ന ചികിത്സയായി. നമ്മൾക്കറിയാം പല ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ വേദനയാൽ ക്യാൻസർ വാർഡുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം അവരുടെ രോഗമല്ല ഏറ്റവും വലിയ കാര്യം, അതിലേറെ അവരെ ഒന്ന് പരിചരിക്കാൻ ഒരാളും അവിടെ അടുക്കലില്ല. കുറേ നേഴ്സുമാരെ ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥ. വേദനയേക്കാൾ കഠിനമായ വേദന അവർക്ക് വരുന്നത് അവർ ജനിപ്പിച്ച മക്കൾ പോലും അടുത്തില്ല എന്നൊരു വേദന. തീർച്ചയായിട്ടും ജയരാജൻ സാർ ഇന്നിവിടെ പറഞ്ഞത് ഇത് തന്നെയാണ്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ്. കാരണം ജയരാജൻ സാർ ഇപ്പോൾ നമ്മൾ ഒരു പടം പിടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, തിളക്കം സിനിമ. സുബോധമില്ലാത്ത ഒരു പയ്യൻ കാട്ടിക്കൂട്ടുന്നത്, പൊതുവേദികളിൽ ആരാണെന്ന് നോക്കാതെ അവൻ്റെ മുണ്ടഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മളത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ സമനില തെറ്റിയാൽ എന്തും ചെയ്യും എന്ന ഒരു പ്രവൃത്തിയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി അദ്ദേഹം ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത് ക്യാമൽ സഫാരി. ഇതുപോലുള്ള നല്ല ചിത്രങ്ങൾ, ഓരോ ചിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോഴും അതിലൊക്കെ നമ്മൾക്ക് മനസ്സിലേക്ക് കടന്നു വരുവാനുള്ള നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ആശയമുണ്ടാവും. വെറുതെ ഒരു സിനിമ പിടിച്ച് കുറേ കാശ് ചെലവഴിക്കുന്ന മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ലഭിക്കണം എന്നുകൊണ്ട് ജയരാജൻ സാറിൻ്റെ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു മനുഷ്യനെ, ഒരു മനുഷ്യസ്നേഹിയെ നമുക്ക് ലഭിച്ചതിന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസിൻ്റെ യൂണിയൻ്റെ പേരിൽ എല്ലാ ഭാവുകളും നേരുന്നു. അഡ്വക്കേറ്റ് അനീത ലത്തീഫ് മാഡം, തീർച്ചയായിട്ടും മാഡത്തിന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വാർഷികത്തിന് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സമ്മാനം വാങ്ങിച്ചതാണ്. ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അറിയാം, നഗരസഭ നമ്മുടെ ഒരു വീട് ഭരിക്കണമെങ്കിൽ എത്രയോ കഷ്ടപ്പാടാണ്. പിതാവ് മാതാവ് പറയുന്ന അനുസരിക്കില്ല, മാതാവ് പിതാവ് പറയുന്ന അനുസരിക്കുന്നില്ല, ഇവർ രണ്ട് പറയുന്ന മക്കളനുസരിക്കുന്നില്ല, മക്കൾ പറയുന്നവർ മറ്റൊരനുസരിക്കുന്നില്ല, ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു നഗരസഭ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രതിപക്ഷമുണ്ട്, ഭരണകക്ഷിയുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, അനുകൂല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഏകീകരണം വരുത്തിക്കൊണ്ട് നഗരസഭയുടെ അധികാരം മാത്രമല്ല, അധികാര സ്ഥാനം മാത്രമല്ല, അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനായിട്ട് നല്ല മനസ്സ് കാണിക്കുന്ന അനിത ലത്തീഫ് മാഡത്തിന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ പ്രത്യേകമായ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ കമറീസ് സാറ് വർക്കിംഗ് പ്രസിഡന്റാണ്, ദയവായിട്ട് സ്റ്റേജിലേക്ക് കയറിയിരിക്കണം. ഇന്നത്തെ ഈ ആഘോഷങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് കമറുദ്ദീൻ സാറ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു കാലത്ത് യൂണിയൻ്റെ എല്ലാമായിരുന്ന വ്യക്തി യൂണിയൻ ഇപ്പോഴും നയിച്ചു കൊണ്ടുപോകുന്നു. നമ്മളുടെ എല്ലാ നല്ല നല്ല നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഏതൊരവസരത്തിലും വിളിച്ചാൽ പ്രായം അവഗണിക്കാതെ ഓടിയെത്തുന്നു. ആ നല്ല മനസ്സിന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ എല്ലാ ഭാവുകളും തരുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സൺ, അദ്ദേഹം നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം ഒരു സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സൺ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് പോകുന്നു. അതിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ സാധിക്കുന്ന. പല ട്രേഡ് യൂണിയനുകളിലും വാർഷികം പോലും നടത്താൻ പറ്റാതെ 2-3 വർഷം, നമുക്കറിയാം സംഘടന വാർഷികം പോലും നടത്താൻ പറ്റാതെ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ കൃത്യമായി 1 വർഷം കഴിയുന്ന ഈ അവസരത്തിൽ തന്നെ വാർഷികം നടത്താൻ സാധിച്ചത് ഈ കമ്മിറ്റിയുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സന് യൂണിയൻ്റെ പേരിൽ എല്ലാ ഭാവുകളും തരുന്നു. ശ്രീ MS അൻസാർ, അദ്ദേഹം നമ്മുടെ സെനറ്റ് മെമ്പർ കൂടിയാണ്. സെനറ്റിൽ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. സ്റ്റാഫ് കൗൺസിൽ എന്നോടൊപ്പം അദ്ദേഹം സഹകരിക്കുന്നു, ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ ആർട്സ് ക്ലബിൻ്റെ ജനറൽ കൺവീനറായി നമ്മൾ ജനറൽ ബോഡി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും തരുന്നു. നമ്മുടെ വിനോദ്, നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ ആർട്സ് കമ്മിറ്റി കൺവീനറായിട്ട് ശ്രീ ശക്തി സ്കന്ദനായിരുന്നു. അദ്ദേഹം ചില വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങളും അതുപോലെ ചില ഒഴിച്ചുകൂടാനാവാത്ത കാരണങ്ങൾ ബോധിപ്പിക്കുകയും അടിയന്തരമായി നമ്മൾ വിനോദിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിനോദ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സുമിൻ ചേട്ടാ ഞാനിത് ഏറ്റെടുക്കാം, എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരണം, ആരും കയറി ഇടയിൽ കയറി വീഴരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. ഞാൻ വിനോദിനോട് വാക്ക് കൊടുത്തു, ഒരു കാരണവശാലും ഒരു കമ്മിറ്റി അംഗം പോലും വിനോദിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടില്ല. വിനോദിനെ സ്വതന്ത്രമായിട്ട് ഈ വാർഷികാഘോഷങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് വിനോദ് ആദ്യം സൂചിപ്പിച്ചത്, നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം പുറകോട്ട് മാറി നിന്ന് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ ആഘോഷ കമ്മിറ്റി, നമ്മുടെ സ്പോർട്സ് കൺവീനറുണ്ട്, അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറായ വിനോദുണ്ട്, സ്പോർട്സ് കമ്മിറ്റി കൺവീനർ നമ്മുടെ ഷിഹാബ്, ഇവരൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ വിനോദിന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പേരിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നെടുന്തൂണായിട്ട് നിൽക്കുന്നത് ശക്തി എന്ന് പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ മാത്രം അംഗങ്ങളല്ല, അതിനോട് സഹകരിക്കുന്ന 1000 പേര് പുറത്തുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളുടെ ശക്തിയുണ്ട്, കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല നല്ല മനസ്സുകളുടെ പ്രചോദനമുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 1 വർഷം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഇതിനുവേണ്ടി ഈ അവസരത്തിൽ ഈ കലാസാംസ്കാരിക സമ്മേളനം വളരെ ഭംഗിയാകാൻ ഇവിടെ എത്തിച്ചേർന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ഭാരവാഹികൾക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും
ഈ സർവകലാശാലയിലെ എല്ലാ സംഘടനാ പ്രതിനിധികൾക്കും ഇന്ന് നമ്മളോട് സഹകരിക്കുന്ന CIRM-ലെ സഹപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ ഒറ്റ വാക്കിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുബിൻ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കമറുദ്ദീൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് സുബിൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ, ഇന്നത്തെ ഈ ആർട്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ജയരാജൻ, സിനിമാ സംവിധായകൻ, കളമശ്ശേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അനിത ലത്തീഫ്, കഴിഞ്ഞ വർഷവും അനിത ലത്തീഫയുടെ സമ്മാനദാന കർമ്മത്തിന് എത്തിച്ചേർന്നിരുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്ത കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ വാർഷിക പരിപാടി നാളെ നടക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് കലാപരിപാടികൾ, ജീവനക്കാരുടെ കലാപരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും ഈ പരിപാടി വളരെ ഭംഗിയായ രീതിയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നാലും ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സ്പോർട്സ് ആയിരുന്നാലും കലയായിരുന്നാലും അതിനൊരവസരം കാലങ്ങളായി കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ നിർവഹിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്തിരുന്ന കാലത്തൊക്കെ തന്നെയും സ്പോർട്സും കലാ പരിപാടികളൊക്കെ തന്നെയും ഇത് ഇത്രയും ഭംഗിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ തന്നെയും ലളിത രീതിയിലൊക്കെ തന്നെ പരിപാടിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഭാരവാഹികളൊക്കെ തന്നെയും ഇത്തരം ഭംഗിയായ രീതിയിലൊരു പരിപാടി സംഘടിപ്പിക്കാനും ഇത് വലിയൊരു ആർഭാടമായി ഇതിനെ സംഘടിപ്പിക്കാനും ശ്രമിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ ആശംസകൾ അർപ്പിക്കുകയും ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ സംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കാനും സമ്മാനദാനത്തിനും അടുത്തതായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീമതി അനിത ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ കളമശ്ശേരി നഗരസഭയാണ്. ശ്രീമതി അനിത ലത്തീഫിനെ ഞാൻ സ്നേഹപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ കലാ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിശിഷ്ട അതിഥി ശ്രീ ജയരാജ് അവർകൾ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ കലാ സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ശ്രീ ജയരാജ് സാറിൻ്റെ കളിയാട്ടം എന്ന ചിത്രത്തിലെ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ശ്രീ വിനോദ് KK ആലപിക്കുന്നതാണ്. സംഗീതം ജീവനതുല്യമായി ഉപാസിക്കുന്ന ശ്രീ വിനോദ് സംഗീതത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ സർഗപ്രതിഭയാണ്. വിനോദിനെ ഞാൻ ക്ഷണിക്കുകയാണ് പാടുന്നതിന് വേണ്ടി.
വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. വെറ്റില 100 തേച്ചോ വായാടി തത്തമ്മേ പഴുക്കടയ്ക്കത്തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണാ 100 വെറ്റില 100 തേച്ചോ വായാടി തത്തമ്മേ പഴുക്കടയ്ക്കത്തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണാ ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാവേ ഓ ഓ ഓ ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാവേ ഏഴിമലയുടെ 4 കെട്ടിൽ കുടിവെപ്പിനുവായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി ആലവട്ടം വീശിയില്ലേ പനയോല കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കില്ലേ ആലവട്ടം വീശിയില്ലേ പനയോല കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലൊരുക്കില്ലേ പാണപ്പുഴ പനി നീർ തൂകിയ കിഴക്കിനി പടവിൽ ഓ ഓ ഓ പാണപ്പുഴ പനി നീർ തൂകിയ കിഴക്കിനി പടവിൽ വലത്തുകാൽ വച്ചകത്തുവായോ വീരാളിക്കാറ്റേ നന്നാറിപ്പൂവേ നാത്തുനാരേ വേളിക്കു വെളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിനു മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം. താങ്ക് യു വിനോ. അടുത്തത് സമ്മാനദാനമാണ്. യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ ഭാരവാഹികൾ നടത്തിയ വിവിധ കായിക മത്സരങ്ങളുടെ സമ്മാനദാനമാണ് അടുത്തത്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി അനിത ലത്തീഫ് അവരുടെ ക്ഷണിക്കുകയാണ്. ആദ്യം ചലച്ചിത്രഗാന മത്സര വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്. പേര് വിളിക്കുന്നവർ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്റ്റേജിനടുത്തെത്തി സമ്മാനം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ സമ്മാനദാനങ്ങളും ഇപ്പോൾ നൽകുന്നതല്ല, കലാപരിപാടികൾക്ക് ശേഷം ബാക്കി പ്രഖ്യാപിക്കുന്നതാണ്. ഹലോ, ഇന്നത്തെ സമ്മാനദാന ചടങ്ങുകൾക്ക് മുമ്പ്
ഒരു പ്രത്യേക അവാർഡ് നമുക്ക് നൽകാനുണ്ട്. അപ്പോൾ ജയരാജ് സാറ് പോകാൻ നിൽക്കുകയാണ്. അതിനു മുമ്പ് ജയരാജ് സാറെ കൊണ്ട് കൊടുപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. നമ്മളുടെ സ്റ്റാഫ് മെമ്പർ രശ്മി ഹരി MSc ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ പാസ്സായ വിവരം നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ യൂണിയൻ്റെ ആദരം നമ്മളിപ്പോൾ ഒരു ഉപകാരം മൂലം കൊടുത്ത് നിർവഹിക്കുകയാണ്. തുടർന്ന് സമ്മാനദാനങ്ങൾ നടത്തുന്നതാണ്. ചലച്ചിത്രഗാന മത്സരം വിജയികളാണ് ആദ്യം വരേണ്ടത്. പുരുഷ വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ശക്തി. ഒന്നൊന്ന് പറയണം. ശക്തിയെ സമ്മാനം വാങ്ങിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ഷമീർ. ഷമീർ ഉണ്ടെങ്കിൽ എത്രയും വേഗം സ്റ്റേജിന് സമീപത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചലച്ചിത്ര മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ശക്തി സ്കന്ദൻ. സമ്മാന ജേതാക്കൾ ഈ സ്റ്റേജിന് സമീപത്തേക്ക് വന്നു നിന്നാൽ വളരെ ഉപകാരമായിരുന്നു. എല്ലാവരെയും സ്റ്റേജിന് സമീപത്തേക്ക് ക്ഷണിക്കുന്നു. ചലച്ചിത്രഗാന മത്സരം തേർഡ് പ്രൈസ് രഞ്ജിത്ത്. ഫീമെയിലിൻ്റെ കൂടെ പറയട്ടെ. വാങ്ങിച്ച ചലച്ചിത്രഗാന മത്സരത്തിൽ വനിതാ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ഷീന മാത്യു. സെക്കൻഡ് പ്രൈസ് സോയ. തേർഡ് പ്രൈസ് മിന്ന. ചലച്ചിത്രഗാന മത്സര വിജയികൾ ഫസ്റ്റ് പ്രൈസ് ഷീന മാത്യു, സെക്കൻഡ് പ്രൈസ് സോയ, തേർഡ് പ്രൈസ് മിന്ന. അടുത്തത് കായിക മത്സര വിജയികളെയാണ് വിളിക്കുന്നത്. ഷോട്ട് പുട്ട് ജെൻസ് കബീർ ഫസ്റ്റ് പ്രൈസ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക സമ്മാന വിജയികളെ. സെക്കൻഡ് പ്രൈസ് ജെയ്സൺ. തേർഡ് പ്രൈസ് ബിജു AN. അടുത്തത് ഷോട്ട് പുട്ട് ലേഡീസാണ്. ഫസ്റ്റ് പ്രൈസ് ഷെൽവി, സെക്കൻഡ് പ്രൈസ് ജമീല, തേർഡ് പ്രൈസ് ഹേമ. തേർഡ് പ്രൈസ് ഹേമ. ബാക്കി വരുന്ന മത്സരങ്ങൾ സമ്മാനദാനം കലാപരിപാടികൾക്ക് ശേഷം നിർവഹിക്കുന്നതാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ജെയ്സനെ ക്ഷണിക്കുകയാണ്. ഹലോ. കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ 34ാമത് വാർഷിക സമ്മേളനം നമ്മളുടെ സാംസ്കാരിക കലാ സമ്മേളനത്തോടുകൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രഥമ ചടങ്ങ് തന്നെ വളരെ പ്രൗഢഗംഭീരമായിട്ട് നടത്തുവാൻ നമുക്ക് സാധിച്ചു. സിനിമാ സംവിധായകൻ ശ്രീ ജയരാജ് എന്നാണ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ ശക്തമായ രീതിയിൽ തൻ്റെ ജീവിത മൂല്യങ്ങൾ, ജീവിത ദർശനങ്ങളെല്ലാം വെറും സിനിമക്കാരൻ മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ ഒത്തിരിയേറെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തി കൂടിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നല്ലൊരു, നമ്മളെല്ലാവരെയും ഉദ്ബോധിക്കുന്ന രീതിയിലുള്ളൊരു പ്രസംഗം നടത്തി അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്.
ഈ ചടങ്ങിൻ്റെ നമ്മൾ ആദ്യം ആലോചിച്ചപ്പോൾ നമ്മുടെ വാർഷിക സമ്മേളനം തുടങ്ങുന്നത് തന്നെ ഒരു കലാ സാംസ്കാരിക പരിപാടി മാത്രമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗാംഭീര്യത വളരെ കുറഞ്ഞു പോകുമെന്ന് പേടിച്ചുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ചലച്ചിത്ര രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ നല്ല പിടിപാടുള്ള അല്ലെങ്കിൽ പേരെടുത്ത ഒരു വ്യക്തിയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് അതിന് ഉദ്ഘാടനം നിർവഹിക്കണം എന്നൊരു തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനം വളരെ നന്നായിരുന്നു, വളരെ ഉചിതമായിരുന്നു എന്ന് നമുക്കിന്ന് മനസ്സിലായി. ഇന്നത്തെ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി തീരാൻ സഹായിച്ചത് ശ്രീ ജയരാജിൻ്റെ സാന്നിധ്യം തന്നെയാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും നമ്മളുടെ കലാപരിപാടികൾ ആസ്വദിക്കുവാനായിട്ട് വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അതോടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ഞാൻ നിങ്ങളെല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് അഗേതവുമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സമ്മാനദാനം നിർവഹിക്കാനായിട്ട് നമ്മളുടെ കളമശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അനീത ലത്തീഫ് എത്തിച്ചേർന്നിരുന്നു. കുറച്ച് സമ്മാനങ്ങൾ അദ്ദേഹം സമ്മാന വിതരണം നടത്തി. ഇനിയും കുറച്ച് സമ്മാനം നമുക്ക് നൽകുവാനുണ്ട്. എന്നിരുന്നാലും കലാപരിപാടികൾ വൈകിക്കേണ്ട എന്നുള്ളൊരു മൊത്തത്തിലുള്ള ഒരു അവബോധം വന്നതിൻ്റെ പേരിലാണ് നമ്മൾ കലാപരിപാടികളിലെ നമ്മുടെ സമ്മാനദാനം നിർവഹിക്കുന്നത് തൽക്കാലം കുറച്ച് മാത്രം കൊടുത്തുകൊണ്ട് നിർത്തിവെച്ചത്. അത് നമ്മളുടെ സമ്മാനദാനം നിർവഹിച്ച കളമശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അനീത ലത്തീഫിനും യൂണിയൻ്റെ പേരിൽ അഗേതമായ നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഇന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മളുടെ കലാകാരന്മാരുണ്ട്, പുറത്തുള്ള കലാകാരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും യൂണിയൻ്റെ പേരിൽ വളരെ മുമ്പേ തന്നെ യൂണിയൻ്റെ എല്ലാ ഭാവങ്ങളും അതോടൊപ്പം തന്നെ നന്ദിയും അർപ്പിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ശ്രീ സുബിനും വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് എത്തിച്ചേർന്ന നമ്മളുടെ കമറുദ്ദീൻ സാറിനും മറ്റെല്ലാ യൂണിയൻ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി യൂണിയൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജേസൺ.